ഹലോ ഫ്രണ്ട്സ്, ഹായ് ഡിയേഴ്സ്. ഇന്ന് ഞാൻ വരുന്നത് ഫുഡ്സ് എന്തൊക്കെ കഴിക്കണം എന്നാണ്. ചില ഫുഡ്സ് കഴിക്കാൻ പറ്റും, ചില ഫുഡ്സ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, സൂപ്പർ ഫുഡായിട്ടുള്ള 10 ഗ്രൂപ്പ് ഫുഡ്സാണ്. കഴിക്കാൻ പറ്റുന്ന ഫുഡ്സിനെ ഞാൻ 10 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്, തരംതിരിക്കുകയാണ്. ചിലർ ചോദിക്കും, എനിക്കിപ്പോൾ തലവേദനയുണ്ട്, ഞാൻ ഏത് ഫുഡ്സാണ് കഴിക്കണ്ടേ? അല്ലെങ്കിൽ എനിക്ക് BP ആണ്, ഞാൻ ഏത് ഫുഡാണ് കഴിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ ഒരു അസുഖം മാറാൻ ഒരു പ്രത്യേക ഫുഡൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ബോഡിയുടെ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ധർമ്മമാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം മരുന്ന് കഴിക്കണം, മരുന്നിൻ്റെ കൂടെ ഫുഡും കഴിക്കണം. കാരണം വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനൊക്കെ ഉണ്ടായാലേ നമ്മുടെ രോഗപ്രതിരോധമൊക്കെ ശരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫുഡ്സൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരുന്നിൻ്റെ കൂടെ പ്രവർത്തിക്കണം, അല്ലാതെ ഫുഡ് ഒരിക്കലും ഒരു മരുന്നല്ല. ഭക്ഷണം മരുന്നിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് മാത്രം. അപ്പം നമുക്ക് ആ 10 ഫുഡ്സിലേക്ക് പോയി നോക്കാം അല്ലേ? നമുക്ക് ഒന്നാമത്തത് പച്ചിലകളാണ്, ഗ്രീൻ ലീവ്സ് ആൻഡ് വെജിറ്റബിൾസ്. ആദ്യം തന്നെ ചടപ്പിക്കുന്ന വർത്തമാനം പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഷുഗർ കുറവാണ്, പിന്നെന്ത് കുറവാണ്, ഫൈബർ കണ്ടന്റ് കൂടുതലാണ് എന്നതിനൊക്കെ പുറമെയായിട്ട് മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബെസ്റ്റാണ്. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൽ നമ്മൾ മീറ്റൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ ഇലകൾ കൂട്ടണം. അത് നമ്മുടെ ഫുഡ് ബെസ്റ്റായിട്ട് നമ്മുടെ ഇൻറ്റെസ്റ്റൈനിലൂടെ മൂവ് ചെയ്യാനും കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും തടി കുറക്കാനും ക്യാൻസർ തടയാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാ? ഗ്രീൻ ലീവ്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗ്രീൻ ലീവ്സ് വെജിറ്റബിൾസ് ഫസ്റ്റ് ഗ്രൂപ്പ് ആക്കിയാൽ അത് മതിയോ? ഒരാൾക്കും പച്ചില തിന്നുകൊണ്ട് കുറേ കാലം ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൂപ്പ്, യു ഷുഡ് നെവർ അവോയ്ഡ്. ഓക്കെ, ഗ്രൂപ്പിൽ വരുന്നത് ചീര, സ്പിനച്ച് എന്ന് പറയുന്ന ചീര, അതുപോലെ കോളിഫ്ലവർ. ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് വളരെ കുറവാണ്, അന്നജം വളരെ കുറവാണ്. നമ്മുടെ ഗോതമ്പ് അരി ഗോതമ്പ് പോലുള്ള സാധനങ്ങളെ പോലെയൊന്നും അല്ല, പൊട്ടാറ്റോ പോലെ ടാപ്പിയോക്ക പോലെയൊന്നും അല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ അന്നജം കുറവാണ്, പക്ഷേ നല്ല ഫൈബർ കണ്ടന്റും ലെസ് ഷുഗറും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് കോളിഫ്ലവറോ സ്പിനച്ച് ചീരയൊക്കെ നല്ല സ്റ്റാമിന നൽകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒന്നെന്താണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. രണ്ടാമത്തത് ഈ ലോകത്ത് തിന്നാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗ്രൂപ്പായിട്ടുള്ള ഫുഡാണ് ബെറീസ് എന്ന് തന്നെ പറയാം. ബെറി, ഞാവൽപ്പഴം കണ്ടുകണോ? ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക് ബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി അറിയില്ലേ? ഇത് ബെസ്റ്റാണ്. ബെറീസ് വളരെ നല്ല ഫുഡാണ്. അതിൽ മധുരം കുറവാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അതിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെറീസ് നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ നാവൽപ്പഴമൊക്കെ കണ്ടാൽ അത് വെൽ പെർഫെക്റ്റ് ഫുഡാണ്. അത് നന്നായിട്ട് കഴിക്കണം. അത് നമ്മുടെ മെമ്മറി കൂട്ടും, പോരാതെ തന്നെ നമ്മുടെ എല്ലാ ബോഡി ഫങ്ഷൻസും ഉഷാറാക്കുന്നത് ബെറി. ബെസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഫുഡാണ് ബെറീസ്. ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, സ്ട്രോബെറി, റസ്ബെറി, എവറിത്തിങ്. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കറിയോ? ലോവസ്റ്റ് ഷുഗർ ഈ എല്ലാ ഫുഡും നോക്കിയാൽ ഏറ്റവും കുറച്ച് പഞ്ചസാരയും ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ്, ഹയസ്റ്റ് ഫൈബർ കണ്ടന്റ്, ലോവസ്റ്റ് ഷുഗർ ഉള്ളത് നമ്മുടെ ബെറീസിലാണ്. ഓക്കെ, വി ആർ മൂവിങ് ടു തേർഡ് ഗ്രൂപ്പ്, മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറച്ചി. ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പച്ചില പോലെയൊന്നുമല്ല, കുറേ കാലം സർവൈവ് ചെയ്യാനും നിലനിൽക്കാനും സാധിക്കും ഒരു ഇറച്ചി മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇറച്ചി ഇപ്പോൾ നമ്മൾ ബീഫ് ആവാം, ചിക്കൻ ആവാം, മട്ടൺ ആവാം, ഈവൻ ഫിഷ് പോലും ആവാം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആണെന്ന് ഉപരിയായിട്ട് നമുക്ക് വേണ്ട കുറച്ച് അമിനോ ആസിഡ് എന്നുള്ള കണ്ടന്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ടാക്കിയ അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡ്, എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ ഒക്കെ നല്ലൊരു സോഴ്സാണ് എന്തെന്നറിയോ? ഈ മീറ്റ്, ഇറച്ചി ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇത് നമുക്ക് സർവൈവൽ കപ്പാസിറ്റി നൽകും എന്നതിലുപരിയായിട്ട് ഈ ആനിമൽസ് നമ്മൾ നോക്കുമ്പോൾ വൈൽഡ് ആനിമൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് ആ വൈൽഡ് ആനിമൽസ്? വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ നാച്ചുറൽ പ്രകൃതിയിൽ ജീവിക്കുന്ന കോഴികൾ, നമ്മൾ പുറത്തേക്ക് വിടുന്ന കോഴികൾ, അവ പുല്ല് തിന്നും, കല്ല് തിന്നും, എല്ലാ ന്യൂട്രിയൻസ് തിന്നും, എല്ലാ ജന്തുക്കളെയും തിന്നും. അങ്ങനത്തെ നാച്ചുറൽ ജീവിക്കുന്ന കോഴികളും അതുപോലെ പശുക്കളൊക്കെ വേണ്ടത്. അല്ലാതെ നമ്മൾ വളർത്തുന്ന ഫാമിലൊക്കെ വളർത്തുന്ന കോഴികളോ പശുക്കളോ ഒക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇവർ തിന്നുന്ന വെറും കാലിത്തീറ്റ മാത്രമാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ്, ഹോർമോണുകൾ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്, പലതും ഉണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളത് നാച്ചുറൽ ഉള്ള മീറ്റ് തിന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് നാലാമതായിട്ട് എഗ്സ് ആണ്. എഗ്സ് എന്ന് പറഞ്ഞാൽ
മുട്ടയെക്കുറിച്ച് പറയുമ്പോൾ മുട്ട നാടൻ മുട്ടയാണ് നല്ലത്. ഈ ഹോർമോൺ കുത്തിവെച്ച അല്ലെങ്കിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ജീവിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കോഴിത്തീറ്റ മാത്രം കുറച്ച് കിട്ടുന്ന മുട്ട നല്ലതല്ല എന്നല്ല, അതിനേക്കാൾ നല്ലത് ഏതാണ്? ഈ നാച്ചുറൽ എഗ്ഗാണ്. നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന കാര്യമാണ് അഞ്ചാമത്തേത്, ഫാറ്റും ഓയിലും, കൊഴുപ്പും എണ്ണയും. ഇത് സത്യം പറഞ്ഞാൽ നല്ല ഫാറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് കഴിക്കാമെന്നാണ്. അതായത് അത് നമ്മുടെ ബോഡിയിൽ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ഫാറ്റ് കഴിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിൽ നിറയെ ഫാറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയൊന്നല്ല. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാവാൻ കാരണം നമ്മൾ കഴിക്കുന്ന അന്നജം എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് ചെന്നിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ നെയ്യ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫാറ്റ് കഴിക്കുന്ന കുറഞ്ഞ അളവിൽ ഫാറ്റ് ആവശ്യത്തിന് കഴിക്കുന്നത് വളരെ നല്ലതാണ്, യാതൊരുവിധ കുഴപ്പമില്ല. പിന്നെ അതിന് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. ബട്ടർ നല്ലതാണ്, കാരണം ഇത് നാച്ചുറൽ ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ മിനിമലി പ്രോസസ്ഡ് ആണ്, കുറച്ചേ അതിൽ നമ്മൾ മാറ്റം വരുത്തുന്നുള്ളൂ. അതുകൊണ്ട് ബട്ടർ നല്ലതാണ്. ഒലീവ് ഓയിൽ വളരെ നല്ലതാണ്, ഒലീവ് ഓയിൽ. പിന്നെ കോക്കനട്ട് ഓയിലും നല്ലതാണ്. കോക്കനട്ട് ഓയിൽ നമ്മൾ ആട്ടിയിട്ട് ഉണ്ടാക്കുന്ന എണ്ണ നല്ലതാണ്. ഞാൻ പുറത്തുനിന്ന് വരുന്ന എണ്ണ അല്ല പറഞ്ഞത്, നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ്. പിന്നെ ആട്ട് സൂപ്പ്, ബീഫ് സൂപ്പ്, അതിൻ്റെയൊക്കെ സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ ഞാൻ ഫാറ്റ് ആൻഡ് ഓയിൽസ് എന്ന കാര്യത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, 10 കാര്യങ്ങളിൽ നമ്മൾ 5 ഗ്രൂപ്പ് ഓഫ് ഫുഡ്സ് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞ്? ഒന്ന്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആൻഡ് വെജിറ്റബിൾസ്. രണ്ടാമത് ബെസ്റ്റ് ഫുഡായിട്ടുള്ള ബെറീസ്. മൂന്നാമതായിട്ട് മീറ്റ്. നാലാമതായിട്ടാണ് നമ്മൾ എഗ്ഗ് പറഞ്ഞ്. അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഫാറ്റ്, കൊഴുപ്പും അതുപോലെ എണ്ണയും, ഓയിൽസ്. ആറാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നട്ട്സ് ആണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കുറേ നട്ട്സ് കിട്ടും അല്ലേ? അതിൽ 2 ബെഡ്സ് നട്ട്സ്, അതായത് നട്ട്സിനായിട്ട് ഇപ്പോൾ കടയുണ്ട്, അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ കിട്ടും നട്ട്സ്, ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ കിട്ടും നട്ട്സ്. ഇതിൽ വാൽനട്ട്, ആൽമണ്ട്. വാൽനട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് വാൽനട്ട്. ആൽമണ്ട് എന്ന് പറഞ്ഞാലോ, ആൽമണ്ട് ബദാമാണ്. ഈ ബദാമും വാൾനട്ടൊക്കെ ഫൈബർ കണ്ടന്റ് വളരെയധികം ഉള്ളതാണ്, എന്നതിലുപരിയായിട്ട് പ്രോട്ടീൻ കണ്ടന്റും വളരെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡാണ്. അപ്പോൾ ഏതൊക്കെ പറഞ്ഞ്? ഒന്ന് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, 2 മീറ്റ്, ബെറീസ് പറഞ്ഞു, എഗ്സ് പറഞ്ഞു, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് നട്ട്സും പറഞ്ഞു. പിന്നെ സീഡ്സിനെ കുറിച്ചാണ്. സീഡിൽ ഇപ്പോൾ പംകിൻ സീഡ് എന്ന് പറഞ്ഞാൽ വിത്താണ്. ഇതിപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് നല്ല ഫുഡാണ്, നല്ല ന്യൂട്രിയൻസ് കിട്ടുന്ന സാധനം. പംകിൻ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുമ്പളങ്ങിൻ്റെ ഒക്കെ വിത്തില്ലേ, അത് പണ്ടുള്ളവർ വറുത്തിട്ട് തിന്നുമായിരുന്നു. അത് നല്ലത്, അരി വറുക്കുന്ന പോലെ വറുത്താൽ വളരെ നല്ല ന്യൂട്രിയൻസ് കിട്ടുന്നൊരു സീഡാണിത്. മറ്റുള്ള ചിയാ സീഡ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. ചിയാ സീഡ് അത് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾ ബുദ്ധി വികസിക്കാനൊക്കെ ചിയാ സീഡ് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചുറ്റുമുള്ള പല ഫുഡ്സും തന്നെ നമുക്ക് ബുദ്ധി വികസിക്കാനുണ്ട്. പിന്നെ മറ്റേത് നമ്മളിവിടെ കിട്ടാത്ത ഒന്നാകുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക അക്കരപ്പച്ച മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എട്ടാമതായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഫുഡിനെ കുറിച്ചാണ് പറയുന്നത്, അവോക്കാഡോ ഫ്രൂട്ട്. അവോക്കാഡോ നല്ല ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ പ്രത്യേകം അതിനെ പരിഗണിക്കുന്നുണ്ട്. അവോക്കാഡോ ഇസ് എ വെരി ഗുഡ് ഫ്രൂട്ട്. ഓക്കെ, ഇനി 9ാമതായിട്ട് ഞാൻ ട്യൂബേഴ്സിനെ കുറിച്ച്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ്, അന്നജം കണ്ടന്റ് വളരെയധികം കൂടിയ നമ്മുടെ പൂള, ടാപ്പിയോക്ക, അല്ലെങ്കിൽ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ, അതായത് മധുരക്കിഴങ്ങ്, അല്ലെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ ക്യാരറ്റ്, ഇതൊക്കെ പെടുന്ന ഒരു ഗ്രൂപ്പാണിത് ട്യൂബേഴ്സ്. ഇങ്ങനത്തും കഴിക്കാം. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനത്തെ ഫുഡ് ഈ ട്യൂബേഴ്സ്, പൊട്ടാറ്റോ, ടാപ്പിയോക്ക പോലുള്ള ഫുഡ് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, അതായത് പൂള, അതുപോലെ ക്യാരറ്റ്, അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇതിൽ നിറയെ അന്നജമാണ്. നമ്മൾ അരിയും അതുപോലെ ഗോതമ്പൊക്കെ തിന്നുന്ന പോലെയാണ്. ഈ അന്നജം നമ്മുടെ ഗ്ലൂക്കോസ്, ബോഡിയിലുള്ള ഗ്ലൂക്കോസ് വളരെയധികം കൂട്ടും. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആർക്കെങ്കിലും ഡയബറ്റിക് ആണ്, അതായത് ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നല്ല പൊണ്ണത്തടി ഉണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും, പ്രീ ഡയബറ്റിക് സ്റ്റേജ്, ഡയബറ്റീസിൻ്റെ മുമ്പുള്ള സ്റ്റേജൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ ഫുഡ് ഒഴിവാക്കണം. കാരണം എന്താണെന്നറിയോ? ഇതിന് കാരണം ഇത് വന്നാലും പിന്നെ ഇത് അന്നജമല്ല, അത് ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഗ്ലൂക്കോസ് കൂട്ടിയിട്ട് പിന്നെ അവർ ഡയബറ്റിക്കിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഈ ഞാൻ പറയുന്ന ഫുഡ്സൊക്കെ ബെസ്റ്റ് ഫുഡ്സാണ്, ഹെൽത്തിയസ്റ്റ് ഫുഡ്സാണ്, ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ. ഓക്കെ, പിന്നെ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് നല്ല ഫുഡാണെന്ന് വിചാരിച്ച് എന്നും ബെറീസ് മാത്രം തിന്നിരുന്നാൽ, ബെറീസ് നല്ല ഫുഡാണ്, ശരിയാണ്, സ്ട്രോബെറി ഒക്കെ നല്ല ഫുഡാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഫുഡും ബോഡിയുടെ നീഡ് അനുസരിച്ച് മിക്സഡ് മാനറിലാണ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ്
ഹെർബ്സ് ആൻഡ് സ്പൈസസ്. എന്താ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ? ഹെർബ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ വള്ളികളും ചെറിയ ചെറിയ മരുന്നുകളും ഉണ്ടാവില്ലേ, ആയുർവേദ മരുന്നുകളൊക്കെ. സ്പൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന കുരുമുളക്, ഏലം പോലുള്ള സാധനങ്ങൾ. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളത് 3 സാധനങ്ങളാണ്. ഒന്ന് മഞ്ഞൾ ടർമറിക്, പിന്നെ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചി, പിന്നെ 1 more thing, അതായത് ഇത് ഈ ജിഞ്ചറിനും മഞ്ഞളിനും പിന്നെ അതുപോലെ വെളുത്തുള്ളിക്കൊക്കെ ആൻറ്റി വൈറൽ ആക്ഷൻ ഉണ്ട്. വൈറസിനെതിരെ പൊരുതാൻ കഴിയും. ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ട്, ബാക്ടീരിയക്കെതിരെ പൊരുതാൻ കഴിയും. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്, കൊഴുപ്പുകളും നീർക്കെട്ടുകളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ ഈ അണുക്കൾ ഇല്ലാതാക്കാനും നമ്മുടെ ബോഡി നല്ല ഫിറ്റാക്കാനും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം, ഇത് മരുന്നല്ല, ഇതൊരു ഭക്ഷണമാണ്. ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ മരുന്നിൻ്റെ കൂടെ കൊടുക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് വൈറസ് ബാധ വന്നിട്ട് അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് ഒരിക്കലും കൊറോണ ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ ഇത് ബൂസ്റ്റ് ചെയ്യുന്ന സാധനം, നമ്മുടെ രോഗപ്രതിരോധമൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനം. ഇറ്റ്സ് നെവർ എ ഡ്രഗ്. ഇത് അതിനുള്ളൊരു മരുന്നല്ല. ഓക്കെ, ഇതിൽ മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂൺ പവർ, അതായത് രോഗപ്രതിരോധ ശക്തിയൊക്കെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ്ലി, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഗ്രീൻ ലീഫി അത്ര നല്ല ഫുഡല്ലല്ലോ ടേസ്റ്റ് നോക്കുമ്പോൾ. ലാസ്റ്റായിട്ട് ഐ വാണ്ട് ടു ടെൽ യു അബൌട്ട് എ സൂപ്പർ ഫുഡ്, അതായത് ചോക്ലേറ്റ്. എന്ത് ചോക്ലേറ്റ്? ഡാർക്ക് ചോക്ലേറ്റ്. 2 ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് അറിയാമല്ലോ. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഈ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ അത്ര പോരാ, അതിൽ നിറയെ ഷുഗറാണുള്ളത്. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റിൽ കൊക്കോ ആണുള്ളത്. കൊക്കോ ഉണ്ടായ എന്താ ഗുണം എന്ന് വെച്ചാൽ അതിൽ ഷുഗർ കണ്ടന്റ് കുറയും. ഡാർക്ക് ആണതിനനുസരിച്ച് ഈ ചോക്ലേറ്റിലെ കൊക്കോ കണ്ടന്റ് കൂടി വരും. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഫൈറ്റ് ചെയ്യാൻ, ഈവൻ ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്ക് പോലും ഏജിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ തടയാൻ വേണ്ടിയിട്ട്, നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നശിക്കുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബുദ്ധി നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഈ ചോക്ലേറ്റും നല്ലതാണ്. ഓക്കെ, ലെറ്റ് മീ റിവൈസ് ദ തിങ്സ്. 10 best foods are green leaves and vegetables and berries, meat എന്ന് പറഞ്ഞാൽ ഇറച്ചി, eggs എന്ന് പറഞ്ഞാൽ മുട്ട, ഫാറ്റും ഓയിലും, പിന്നെ നട്ട്സ്, സീഡ്, പിന്നെ അവോക്കാഡോ, ട്യൂബേഴ്സ് ആൻഡ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്, ആൻഡ് ലാസ്റ്റ്ലി എ സൂപ്പർ ഫുഡ് ചോക്ലേറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇങ്ങനത്തെ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും, നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇത് ആവശ്യപ്പെടുകയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.